ക്രിസ്തുവഹോ മാധുര്യനാദമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യനാദമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ആഗ്രഹിച്ച് കഴിഞ്ഞ രാത്രിയിൽ നാം ആരംഭിച്ച വിഷയം മരിച്ചവരുടെ പുനരുത്ഥാനം എന്നുള്ള വിഷയമാണ്. മരണത്തോടുകൂടെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. പ്രത്യുത മരണാനന്തരം ഒരു പുനരുത്ഥാനം അഥവാ ഉയർപ്പ് ഉണ്ടെന്ന് സത്യവേദ പുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ ലോകത്തിൽ ചുരുക്കമായിട്ടേ ഉള്ളൂ. പക്ഷേ സത്യവേദ പുസ്തകം പുനരുത്ഥാനത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് വ്യക്തമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയർപ്പുകൾ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും 7 നിരകളായി തിരിച്ച് പഠിക്കാൻ കഴിയും. ആ 7 നിരകളിലുള്ള ഉയർപ്പുകളെ രണ്ടായി തിരിക്കുന്നു. നന്മ ചെയ്തവരുടെ പുനരുത്ഥാനം അല്ലെങ്കിൽ നീതിമാന്മാരുടെ പുനരുത്ഥാനം. 2 തിന്മ ചെയ്തവരുടെ അല്ലെങ്കിൽ നീതികെട്ടവരുടെ പുനരുത്ഥാനം. നീതിമാന്മാരുടെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ നിര അല്ലെങ്കിൽ ആദ്യത്തെ നിര നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ അതിനു മുൻപോ അതിന് പിൻപോ ഇന്നുവരെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മരിച്ച പലരും ഉയർപ്പിക്കപ്പെട്ടതായി നാം വായിക്കുന്നുണ്ട്. അതില് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉയർപ്പിക്കപ്പെട്ടവർ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെയല്ല. അവർ ഇതേ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ മർത്യമായ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും അവർക്ക് ഒരു ശവപ്പെട്ടി അല്ലെങ്കിൽ ഒരു ശവക്കുഴി അല്ലെങ്കിൽ ഒരു വിലാപയാത്ര ഒരുക്കപ്പെടേണ്ടിയിരുന്നു. എന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അക്ഷയ ശരീരത്തോടുകൂടെ, അമർത്യ ശരീരത്തോടുകൂടെ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ. ആ ശരീരത്തിന് പിന്നീടൊരു മരണത്തിന്റെ ആവശ്യമില്ല. ക്രിസ്തുവിന് പിന്നീടൊരു കല്ലറയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ഇതുവരെ സംഭവിച്ചിട്ടുള്ള മറ്റ് ഉയർപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയുവാൻ കാരണം. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും വിശദമായി ചിന്തിക്കണമെങ്കിൽ വളരെയേറെ സമയമുണ്ട്. ആ സമയം ആവശ്യമാണ്. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ചുരുക്കമായി ചിന്തിക്കാനിടയായി. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അവൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ പിതാവായ ദൈവം അവനെ തന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്യിച്ച് തന്റെ വലഭാഗത്ത് ഇരുത്തി എന്ന് കാണുന്നു. മാത്രമല്ല, സർവനാമത്തിനും മീതെയുള്ള നാമം അവന് നൽകപ്പെട്ടു. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കി. അവനെ സകലത്തിനും തലയാക്കി. മാത്രമല്ല, ക്രിസ്തുവിനെ സഭയ്ക്ക് നൽകിയിരിക്കുന്നു. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ സഭയ്ക്ക് ക്രിസ്തുവിനെ നൽകിയിരിക്കുന്നു എന്നാണ് എഫേസ്യർ 1:20 വാക്യത്തിൽ നാം വായിക്കുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ ക്രിസ്തുവിനെ അവകാശമായി സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നു. സഭയ്ക്ക് ക്രിസ്തുവിനെ അവകാശമായി ലഭിച്ചതുകൊണ്ട് ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ അബ്രഹാമിനുള്ള സകലത്തിന്റെയും അവകാശി വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ആയിരുന്നതുപോലെ അബ്രഹാം തനിക്കുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്ക് സമ്മാനങ്ങളെ, ദാസിമാരുടെ
മക്കൾക്ക് സമ്മാനങ്ങളെ കൊടുത്ത് അയച്ചു. അബ്രഹാം തനിക്കുള്ളതിനൊക്കെയും ഇസഹാക്കിനെ അവകാശിയാക്കി തീർത്തു. അതൊരു നിഴലാണ്. അബ്രഹാമിനെ സ്വർഗീയ പിതാവിനോട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാം. സ്വർഗീയ പിതാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ പിതാവിന്റെ സർവത്തിനും പൂർണ്ണ അവകാശി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ ഉയർത്തെഴുന്നേറ്റതിനാൽ സർവത്തിനും അവൻ അവകാശിയായി തീർന്നിരിക്കുന്നു. സർവത്തിനും എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സിംഹാസനം, ആ തേജസ്, ആ കിരീടം, ന്യായം വിധിക്കുവാനുള്ള അധികാരം, സകലത്തെയും അടക്കി ഭരിക്കുവാനുള്ള ആ ശക്തിയും ഭരണവും, ഇവയെല്ലാം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ പിതാവായ ദൈവം അത് പുത്രന് നൽകിയിരിക്കുന്നു. അതാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അവിടെ ജയിച്ചു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു സാത്താനെ ജയിച്ചു, പാപത്തെ ജയിച്ചു, ജഡത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, ജഡത്തിന്റെ മോഹങ്ങളെ ജയിച്ചു, എല്ലാവറ്റെയും യേശു ജയിച്ചു. എല്ലാറ്റിനും ഉപരിയായി ഏറ്റവും ഒടുവിൽ അവൻ മരണത്തെയും ജയിച്ചു. സകലത്തെയും ജയിച്ചു എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ക്രിസ്തു മരണത്തെ ജയിച്ചു. മരണവും പാതാളവും എന്ന് പറയുന്ന സ്ഥലവും ശക്തിയുമുണ്ട്. മരണവും പാതാളവും എന്ന വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നു. മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് അതിന്റെ താക്കോൽ യേശുക്രിസ്തുവിന്റെ കൈവശം ലഭിച്ചു എന്ന് പറയുമ്പോൾ മരണം ഒരു സ്ഥലമാണ്, അതേസമയത്ത് അതൊരു ശക്തിയുമാണ്. പാതാളം ഒരു സ്ഥലമാണ്, അതേസമയത്ത് ഒരു ശക്തിയുമാണ്. യേശുക്രിസ്തു മരണത്തിലേക്കും പാതാളത്തിലേക്കും ഇറങ്ങിപ്പോയി മരണത്തെയും പാതാളത്തെയും ജയിച്ച് അതിജീവിച്ച്, അതേസമയത്ത് ആ മരണം എന്ന് പറയുന്ന ശക്തിയെയും ജയിച്ച് അവൻ 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിനും പിതാവായ ദൈവത്തിന്റെ കിരീടത്തിനും തേജസ്സിനും അധികാരത്തിനും പുത്രനായ ക്രിസ്തു അവകാശിയായി തീർന്നു. യേശു ക്രിസ്തുവിലൂടെയാണ് പുതിയ നിയമസഭയ്ക്ക് സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ 3-ാം വാക്യത്തിൽ സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും ദൈവസഭയ്ക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അത് വരാനുള്ള ചാനൽ അല്ലെങ്കിൽ വരാനുള്ള വഴി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെയാണ് സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളും സഭയ്ക്ക് ലഭ്യമാകുന്നത്. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും, സ്വർഗത്തിലെ സിംഹാസനം, ഭരണം, അധികാരം, ദൈവത്തിന്റെ സഭയ്ക്ക് ഭാവിയിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. ഭാവി പ്രത്യാശ കൊണ്ട് ദൈവത്തിന്റെ സഭയുടെ ഉള്ളം സന്തോഷിക്കുന്നു. സദൃശ്യ വാക്യത്തിൽ നാം വായിക്കുന്നു, ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരി തൂകുന്നു എന്ന് സദൃശ്യവാക്യത്തിൽ പുതിയ നിയമസഭയെക്കുറിച്ച് നിഴലായി പ്രസ്താവിക്കുമ്പോൾ പറയുകയാണ്. എന്തോർത്താണ് ഭാവി കാലത്തിലെ എന്തോർത്താണ് ദൈവസഭ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ പുഞ്ചിരി തൂകുന്നത് എന്ന് ചോദിച്ചാൽ, ഭാവിയിൽ ദൈവസഭയ്ക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്. ഒന്ന്, ഉയിർപ്പിൻ പ്രത്യാശ, അതായത് ജീവനുള്ള പ്രത്യാശ എന്ന് തന്റെ കരുണാധിക്യ പ്രകാരം ജീവനുള്ള പ്രത്യാശയ്ക്കായി എന്ന 1 പത്രോസ് 1-ന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി ഇന്നലെ. ദൈവത്തിന് സ്തോത്രം. ആ ജീവനുള്ള പ്രത്യാശ അല്ലെങ്കിൽ ശരീരത്തിന്റെ പുനരുത്ഥാനം, വീണ്ടെടുപ്പ്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്ന് പറയുന്ന ആ ജീവനുള്ള പ്രത്യാശ, അതും ക്രിസ്തുവിലൂടെയാണ്. മാത്രമല്ല 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കും എന്നുള്ള പ്രത്യാശ, വിശുദ്ധന്മാർക്ക് 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുവാൻ ലഭിക്കുന്ന അവകാശം യേശുക്രിസ്തു മൂലമാണ്. ക്രിസ്തുവിന് പിതാവായ ദൈവം ആ അവകാശം കൊടുത്തിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ദൈവസഭയ്ക്ക് കൂട്ടവകാശം ഉള്ളതുകൊണ്ട് ക്രിസ്തുവിന് ലഭ്യമാകുന്ന അവകാശം ദൈവസഭയ്ക്ക് ലഭിക്കുന്നു. മൂന്നാമതായി, ക്രിസ്തു വെള്ളസിംഹാസനത്തിൽ ലോകത്തെ ന്യായം വിധിക്കുവാനായിട്ടിരിക്കും. വെളിപ്പാട് പുസ്തകം 20-ന്റെ 11-ാം വാക്യത്തില് ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു,
ആ ഒരുത്തൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിതാവിനെ എല്ലാവരും മാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് നൽകിയിരിക്കുന്നു എന്നാണ്. പുത്രനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ പിതാവിനുള്ള സകലത്തിനും പുത്രൻ അവകാശിയായി തീർന്ന കൂട്ടത്തിൽ മുഴുലോകത്തെയും ന്യായം വിധിക്കുവാനുള്ള അവകാശം കൂടെ ക്രിസ്തുവിന് ലഭ്യമായി. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 6-ന്റെ 2-ാം പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. ഈ കൂട്ടവകാശം, ക്രിസ്തുവിനുള്ള സകലത്തിനുമുള്ള അവകാശം ദൈവസഭയ്ക്കുണ്ട് എന്നുള്ള വിഷയത്തെ പിടിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. ഏതടിസ്ഥാനത്തിൽ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് ചോദിച്ചാൽ, ക്രിസ്തു വെള്ള സിംഹാസന ന്യായവിധിയെങ്കിൽ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മുഴുലോകത്തെയും ന്യായം വിധിക്കുവാൻ അധികാരം ലഭിച്ചവനായിട്ട് ന്യായം വിധിക്കുമ്പോൾ യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടവകാശം തന്റെ തിരുസഭയ്ക്കും ലഭ്യമായിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനോടുകൂടെ യേശു ക്രിസ്തു ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ പരമാധികാരമുള്ള ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ സഹജഡ്ജികളായി ഇരുന്ന് ലോകത്തെ വിധിക്കുവാനുള്ള അവകാശം ദൈവജനത്തിന് ലഭിക്കുന്നത് ഈ കൂട്ടവകാശത്തിലൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിലൂടെയാണ് നമുക്കത് ലഭ്യമാകുന്നത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ നിമിത്തമായി ക്രിസ്തുവിനെ സഭയ്ക്ക് പിതാവായ ദൈവം കൊടുത്തപ്പോൾ ക്രിസ്തുവിനുള്ള സകലവും ദൈവസഭയ്ക്ക് ലഭ്യമാകുന്നു. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നാം അവകാശമാക്കുന്നത് യേശു ക്രിസ്തു എന്ന ആ ചാനലിലൂടെയാണ്. അതുകൊണ്ട് ഏത് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കടന്നുപോയാലും ക്രിസ്തു മൂലമായിട്ടാണ് അത് ലഭിക്കുന്നത്. എന്നാൽ ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നാമധേയ ക്രിസ്തീയ വിഭാഗങ്ങളുടെ നടുവില് യേശു ക്രിസ്തു എന്ന മാധ്യമത്തെ, യേശു ക്രിസ്തു എന്ന വഴിയെ, യേശു ക്രിസ്തു എന്നുള്ള പിതാവിന്റെ അടുക്കലേക്ക് പോകുവാനുള്ള മാർഗത്തെ, സ്വർഗീയമായ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഉള്ള ഈ മാധ്യമമാകുന്ന ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് പലരും പുണ്യവാളന്മാരെയും അപ്പോസ്തലന്മാരെയും യേശുവിന്റെ അമ്മ മറിയയെയും ഈ മാധ്യമത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, പിതാവായ ദൈവത്തിങ്കിൽ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, പിതാവായ ദൈവത്തിന്റെ സകലത്തിനും അവകാശിയായി തീരണമെങ്കിൽ യേശുക്രിസ്തു മൂലമായിട്ടാണ്. യേശുക്രിസ്തു മൂലം എന്ന് പറയുവാൻ കാരണം ക്രിസ്തുവിനെ പിതാവായ ദൈവം സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു, നമുക്ക് തന്നിരിക്കുന്നു. ക്രിസ്തുവിനെ നമുക്ക് തന്നിരിക്കുന്നു. അതിന്റെ ആ ബന്ധത്തിന്റെ വലിപ്പത്തെ, ശക്തിയെ വെളിപ്പെടുത്തുവാൻ ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്തിയാൽ മതി. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ സ്ഥാപിക്കുവാൻ ഒരു ഭർത്താവിനെയും ഭാര്യയും എടുത്തുദ്ധരിക്കുന്നു. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവിനെയും സഭയും തമ്മിലുള്ള ബന്ധത്തെ സ്ഥാപിക്കുവാൻ ഭർത്താവിനെയും ഭാര്യയെയും എടുത്തുദ്ധരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. കാരണം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ബന്ധം ഒരു വലിയ മർമ്മമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുവിനെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ഭർത്താവായി ലഭിക്കുമ്പോൾ ആ സ്ത്രീക്ക് പുരുഷനെ പൂർണ്ണ അവകാശമായി കൊടുക്കുന്നത് പോലെ, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കുടുംബ ബന്ധത്തെ സ്ഥാപിക്കുമ്പോൾ പുരുഷന്റെ മേൽ ഇനി അവനല്ല, ആ സ്ത്രീക്ക്, ഭാര്യയ്ക്കത്രേ അവകാശം. അതുപോലെ തിരിച്ചും പറയുകയാണ്, സ്ത്രീയുടെ മേൽ അവനല്ല, അവൾക്കല്ല, ഭർത്താവിനത്രേ അവകാശം. ഇതേ ബന്ധമാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ളത്. ദൈവസഭയ്ക്ക് ക്രിസ്തുവിന്മേൽ അവകാശം, അതുപോലെ ക്രിസ്തുവിന് ദൈവസഭയുടെ മേൽ അവകാശം. വിവാഹത്തിലൂടെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധിക്കപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാരായി തീരുമ്പോൾ ഒരു പുരുഷന്റെ മേൽ സ്ത്രീക്ക് എത്രമാത്രം അവകാശമുണ്ടോ, ഒരു സ്ത്രീയുടെ മേൽ പുരുഷന് എത്രമാത്രം അവകാശമുണ്ടോ, അതുപോലെ ദൈവത്തിന്റെ സഭ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ക്രിസ്തുവുമായിട്ട് ആ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ
സഭയുടെ മേൽ പൂർണ്ണ അവകാശം ക്രിസ്തുവിനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കയാൽ, അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കയാൽ നിങ്ങൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ല. ആ ഒരു വെളിപ്പാടോടുകൂടെ വേണം ജീവിക്കുവാൻ. നാം ഇനി നമുക്കുള്ളവരല്ല. നമ്മുടെ ശരീരം നമ്മുടേതല്ല, നമ്മുടെ ജീവൻ നമ്മുടേതല്ല, നമ്മുടെ ആത്മാവ് നമ്മുടേതല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ക്രിസ്തു എന്ന ഭർത്താവിന് ഒരു ഭാര്യയായി തീർന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മേൽ പൂർണ്ണ അവകാശം ഒരു ഭാര്യയുടെ മേൽ ഭർത്താവിനുള്ളത് പോലെ തന്നെ നമ്മുടെ മേൽ പൂർണ്ണ അവകാശം നമ്മുടെ ക്രിസ്തുവിനാണ്. ഇതുപോലെ തിരിച്ചു ക്രിസ്തുവിന്മേലുള്ള സകലത്തിന്മേലും ദൈവസഭയ്ക്കും അവകാശമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അവനെ സഭയ്ക്ക് നൽകിയിരിക്കുന്നു. ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കുമല്ല, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ സഭ. സഭ എന്ന് പറഞ്ഞതുകൊണ്ട് ക്രിസ്തു നമ്മുടെ സ്വന്തമായി തീരുകയില്ല. പലരും വിചാരിക്കുന്നു മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, അതുകൊണ്ട് ക്രിസ്തുവിനെ നമുക്ക് സ്വന്തമാക്കി തീർക്കുവാൻ കഴിയുകയില്ല. ഏത് സഭയ്ക്കാണ് കൊടുത്തിരിക്കുന്നതെന്നറിയാം? എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ സഭ. അപ്പോൾ ആ സഭ എന്ന് പറയുന്നത് നിറവായ സഭയാണ്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദൈവസഭ. പുത്രനെ കുറിച്ച് പറയുമ്പോൾ അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഒരിക്കൽ ഫിലിപ്പോസ് വന്ന് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, പിതാവിനെ എനിക്കൊന്ന് കാണിച്ചു തരണം. തന്റെ ശിഷ്യന്മാരുടെ അതായിരുന്നു. ഉടനെ കർത്താവ് ചോദിക്കുക, നീ ഇത്ര നാളും എന്റെ കൂടെ നടന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതൊരർത്ഥശൂന്യമായ വാക്കല്ലായിരുന്നു, 100% സത്യമായിരുന്നു. പിതാവിനെ കാണണമെങ്കിൽ യേശുവിനെ നോക്കണം. യേശുവിൽ പിതാവായ ദൈവത്തിന്റെ സർവസമ്പൂർണതയും നിറമായി വസിച്ചിരുന്നു. ദൈവസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ ക്രിസ്തുവിനെ കാണണമെങ്കിൽ എവിടെ നോക്കണം? ദൈവസഭയെ നോക്കണം. ഇല്ല, കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്തുവിനെ കാണണമെങ്കിൽ നമ്മെ നോക്കണം. നമ്മെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വന്തം കൈകൾ സ്വന്തം നെഞ്ചത്തോട്ട് വെച്ച് പറയണം, ക്രിസ്തുവിനെ കാണണമെങ്കിൽ എന്നെ നോക്കണം. കാരണം യേശു ക്രിസ്തുവിന്റെ സർവ നിറവും ദൈവസഭയിൽ വസിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ക്രിസ്തുവിൽ ദേഹരൂപമായി വസിച്ചതുപോലെ ക്രിസ്തുവിന്റെ സർവസമ്പൂർണത എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ പൂർണ്ണതയാണ്. പിതാവായ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ക്രിസ്തുവിൽ വസിക്കുന്നു. ക്രിസ്തുവിന്റെ സർവസമ്പൂർണത എന്ന് പറഞ്ഞാൽ അത് പിതാവായ ദൈവത്തിന്റെ പൂർണ്ണതയാണ്. അത് നമ്മിൽ നിറവായി വസിക്കുന്നു. കുറവായിട്ടല്ല, അരകുറയായിട്ടല്ല, നിറവായി നമ്മിൽ വസിക്കുന്ന സഭ. അപ്പോൾ ദൈവസഭ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതായിരിക്കണം ദൈവത്തിന്റെ സഭ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് മാത്രം ദൈവസഭയുടെ പൂർണ്ണതയിലെത്തുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് മാത്രം ക്രിസ്തുവിനെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന് അവകാശപ്പെടാവതല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് മാത്രം ക്രിസ്തു എനിക്ക് സ്വന്തമായിരിക്കുന്നു എന്ന് അവകാശപ്പെടാവതല്ല. യേശു ക്രിസ്തു എനിക്ക് സ്വന്തവും ഞാൻ ക്രിസ്തുവിന് സ്വന്തവും എന്ന് അവകാശപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ സർവനിറവും നമ്മിൽ ദേഹരൂപമായി വസിക്കണം. ആ നിറവ് എന്ന് പറയുമ്പോൾ സ്വഭാവത്തിന്റെ നിറവ്, ജീവിതത്തിന്റെ നിറവ്, എല്ലാ നിറവുകളുമുണ്ട്. വിശ്വാസത്തിന്റെ നിറവ്, സ്നേഹത്തിന്റെ നിറവ്, അനുസരണത്തിന്റെ നിറവ്, വിശുദ്ധിയുടെ നിറവ്, ഇങ്ങനെയുള്ള ഈ നിറവുകൾ ദൈവത്തിന്റെ സഭയിൽ പൂർണ്ണമായി വെളിപ്പെടണം. അങ്ങനെയുള്ള സഭയ്ക്ക്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ സഭയ്ക്ക് ക്രിസ്തുവിനെ പിതാവായ ദൈവം കൊടുത്തിരിക്കുന്നു. ഞാൻ എഴുതിയ വരികൾ ഇന്നത്തെ ആത്മീയ ലോകം അല്പം വ്യത്യാസപ്പെടുത്തി. വിക്ടറേഴ്സ് സോങ് എന്ന് പറഞ്ഞ് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. വിജയശ്രീ ലാളിതരായവരുടെ പാട്ട്, അതാണ് അതിന്റെ ഹെഡിങ് കൊടുത്തത്. ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോ,
അതിനു യോഗ്യൻ ക്രിസ്തുവോ. ജയം എടുത്തോർ നാം സ്തുതിച്ചിടുവോ. അതിനു യോഗ്യൻ ക്രിസ്തുവോ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം സ്തുതിച്ചിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ. പിൽക്കാലത്ത് ഒരു നേതാവായിരുന്ന ഒരു ദേവദാസൻ തിരുനക്കര മൈതാനത്ത് വെച്ച് ഈ പാട്ടൊന്ന് തിരുത്തിച്ചു. അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞു. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും പൂർണ്ണ ജയമെടുക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ആ പാട്ട് ദയ ലഭിച്ചോർ എന്ന് മാറ്റാം. തിരുനക്കര മൈതാനത്ത് വെച്ചാണ് അത് മാറ്റിയത്. അങ്ങനെയാണ് ആ പാട്ട് ദയ ലഭിച്ചോ. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്റെ തല ചൊറിഞ്ഞു വരും. കാരണം വിഹിതമല്ലാത്തൊരു ഉപദേശം കൂടാ പഠിപ്പിച്ചത്. ഈ ലോകത്തിൽ വെച്ച് ജയിക്കാൻ സാധിക്കില്ല എങ്കിൽ പിന്നെ ഏത് ലോകത്തിൽ ചെന്നാ ജയിക്കുന്നത്? ജയിക്കാത്തവർ മേലോകത്തേക്ക് പോകുമോ? അവർ കീഴ്ലോകത്തേക്കല്ലേ പോകൂ. വളരെ ഉപദേശശുദ്ധിയോടുകൂടെ എഴുതിയതാ പാട്. ആരെയും ചീത്തയാക്കാനല്ല നമ്മുടെ രംഗം. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ നീ വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിക്കാവുന്നവർ എത്രയോ പേര് വേറെ ഇരിക്കുന്നു. നീ അംഗീകരിച്ചില്ലെങ്കിൽ അംഗീകരിക്കാൻ മനസ്സോടെ എത്ര പേർ വന്നിരിക്കുന്നു. നീ കൈവക്കിയില്ലെങ്കിൽ കൈവക്കാൻ തയ്യാറായിട്ട് എത്ര കൈകൾ ഇവിടെ ഉണ്ട്. നിനക്ക് കഴിയാത്തത്, നിനക്കൊക്കാത്തത് ആർക്കും ഒക്കെയിടാൻ പഠിപ്പിക്കരുത്. ജയമെടുത്തവർ, ജയിച്ചവരുടെ പാട്ട്, ജയിക്കുന്ന വ്യക്തികളുടെ പാട്ട്, ജയാളികളായ ജനം, ജയാളികളായ വിശുദ്ധന്മാർ, ജയാളികളായ സഭ. തോറ്റു തൊപ്പിയും കമത്തിക്കൊണ്ട് നടക്കുന്നവന്റെ സഭയല്ല സഭ. ജയിച്ചവനായവന്റെ അടുക്കൽ ചെല്ലുക, ജയിച്ചവനോടുകൂടെയുള്ള കൂട്ടായ്മ, ജയിച്ചവനുമായുള്ള ബന്ധം, ജയിച്ചവനിൽ നിന്നുള്ള സ്വീകരണം. തോറ്റ വ്യക്തികളുടെ കേട്ട നിങ്ങൾ ആകമാനം ചഞ്ചലിക്കരുത്. ആത്മീയത്തിൽ ജീവിക്കാൻ കഴിവില്ലാത്ത ചിലർ തോറ്റു തൊപ്പിയും കമത്തിക്കൊണ്ട് പോകുന്നവർ അതൊക്കെ വെറുതെയാടു, ഇതൊക്കെ വെറുതെയാടു, അതൊക്കെ ചുമ്മാ അതൊക്കെ വെറുതെയോ, ഇതൊക്കെ പ്രലോഭനങ്ങളല്ല. ഇതൊന്നും പ്രലോഭനങ്ങളല്ല. These are the experience of the saints of God.